السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. മങ്കൂസ് മൗലിദിലെ രണ്ട് ഹിക്കായത്ത് പൂർത്തീകരിച്ചു. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഉമ്മ ആമിന ബീബി റളിയല്ലാഹു അൻഹ ഗർഭം ചുമന്ന സമയത്തുള്ള അത്ഭുതങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി എങ്ങനെയാണ് ഹബീബായ തങ്ങൾ പ്രസവിച്ചത്, അവിടുന്ന് ഈ ലോകത്തേക്ക് പിറന്നു വീണത് എങ്ങനെയാണ് എന്നാണ് അടുത്ത വരിയിലൂടെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. ഉലിദൽ ഹബീബു, ഹബീബിനെ പ്രസവിക്കപ്പെട്ടു. അസ്സയ്യിദു, സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ്, ആപൽഘട്ടങ്ങളിൽ അനുയായികൾക്ക് അഭയകേന്ദ്രം എന്നാണ് സയ്യിദ് എന്ന പദത്തിൻ്റെ അർത്ഥം. അങ്ങനത്തെ സയ്യിദായ ഹബീബ് പ്രസവിക്കപ്പെട്ടു. അൽ മുതഅബ്ബിദു, അള്ളാഹുവിനെ അങ്ങേയറ്റം മുറിഞ്ഞിറങ്ങി ആരാധിക്കുന്ന ആ ഒരു ഹബീബിനെ പ്രസവിക്കപ്പെട്ടു. വന്നൂറു മിൻ വജനാതിഹി യതവഖദു, ആ സമയത്ത് പ്രകാശമിങ്ങനെ ലംഘി മറിയുന്ന രൂപത്തിലാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭൂമി ലോകത്തേക്ക് പ്രസവിക്കപ്പെടുന്നത്. ഇവിടെ ഹബീബ് എന്നൊരു പദം, ഹബീബ് എന്ന പദം ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആൾ എന്നാണ്. ആ ഒരു അർത്ഥത്തിലേക്ക് നോക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ അനുയോജ്യമായൊരു പദമാണ് ഹബീബ് എന്ന പദം. കാരണം അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ഒരാൾ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന കാര്യം അവിതർക്കിതമാണ്. ഇനി ഹബീബ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരി എന്ന രൂപത്തിൽ പറയാൻ പറ്റും. ഒരിക്കലും തന്നെ പിരിയുന്നില്ല, ആ ഒരു ബന്ധം പിരിയൂല. നമുക്കൊക്കെ അറിയാം, ബന്ധം പിരിയാത്ത ഒരു ബന്ധമുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ളൊരു ബന്ധം തന്നെയാണ്. നാം ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ചാൽ, മഹബത്ത് വെച്ചാൽ, ആ ഒരു മഹബത്ത് തിരിച്ചു നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അതാണ് ഹബീബ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് വിട്ടുപിരിയാത്തൊരു കൂട്ടുകാരനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന് ശേഷവും ഹബീബായി അങ്ങനെ കൂടെ കഴിയാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ ലോകത്ത് നടന്ന ഒരുപാട് അത്ഭുതങ്ങളെ കൂട്ടത്തിൽ ഒരു അത്ഭുതം കൊടുക്കുന്നത് കാണാം. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിനോടടുത്ത സമയത്ത് സ്വഹാബത്തിനോടൊക്കെ പറയുന്നുണ്ട്, ഞാൻ മരിച്ച് നിങ്ങളെന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിങ്ങളെന്നെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഹത്താ തഖിഫൂ ബിബാബിൽ ബൈത്തി അല്ലദീ ഫീഹി ഖബ്റുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുള്ള ആ ഒരു വീടിൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുകയും എന്നിട്ട് നിങ്ങൾ അവിടെ പറയണം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഹാദാ അബൂബക്കറിൻ യസ്തഅദിൻ, ഇത് അബൂബക്കറാണ്, അബൂബക്കർ നബി അങ്ങയോട് സമ്മതം ചോദിക്കുന്നുണ്ട് എന്ന് വഫാത്തായി 2 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് പറയുന്നത്, അബൂബക്കറാണ് വന്നിരിക്കുന്നത്, ഈ അബൂബക്കർ നബിയെ അങ്ങയോട് സമ്മതം ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ സാമീപ്യം, അങ്ങയുടെ പരിസരത്ത് കിടക്കാനുള്ള സമ്മതം ചോദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവസാനമായി വസിയത്ത് കൊടുക്കുകയാണ്. പറഞ്ഞതുപോലെ സ്വഹാബത്ത് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളൻ്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ ജനാസ വെച്ചിട്ട് സമ്മതം ചോദിക്കുന്ന സമയത്ത് വഖാനൽ ബാബു മുഗലഖ, ആ സമയത്ത് വാതിൽ അടക്കപ്പെട്ടിരുന്നു. ഈ ഒരു സമ്മതം ചോദിച്ച് സലാം പറഞ്ഞപ്പോഴേക്കും വാതിൽ തുറക്കപ്പെടുകയും ഉള്ളിൽ നിന്നും ഒരു അശരീരി വരികയാണ്. എന്താണ്? അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബി ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുസ്താഖ്. അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് കടത്തിവിടൂ. ഈ ഹബീബ് എന്ന് പറഞ്ഞതാണ് എപ്പോഴും കൂടെയുണ്ടാകുന്ന, ഒരിക്കലും പിരിയാത്ത കൂട്ടുകാരാണ്. ജീവിതത്തിൽ അങ്ങനെയാണല്ലോ രണ്ടുപേരും നടന്നത്.
അപ്പോൾ അങ്ങനെ ഹബീബിനെ ഹബീബിലേക്ക് കടത്തിവിടൂ. ഫഇന്നൽ ഹബീബ ഇലൽ ഹബീബി മുഷ്താഖ്. ഹബീബിനെ കാണാൻ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്, വല്ലാത്ത പൂതി വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്നു വന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ഇവിടെയും കൊടുത്തൊരു പദമാണ് ഹബീബ്. അപ്പോൾ ഹബീബ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വേർപിരിയാത്ത കൂട്ടുകാരനും അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുത്ത ആൾ എന്ന രൂപത്തിലൊക്കെ അർത്ഥമുണ്ട്. ഈ രണ്ട് നിലക്കാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും അനുയോജ്യമായൊരു പേര് തന്നെയാണ്. അതാണ് ഉലിദൽ ഹബീബു, ഹബീബിനെ പ്രസവിക്കപ്പെട്ടു. അസ്സയ്യിദു, നേതാവായ, ആപൽഘട്ടങ്ങളിൽ അനുയായികൾക്ക് താങ്ങും തണലുമാവുക എന്നാണ് സയ്യിദ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഇതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ ഒരൊറ്റ ഉദാഹരണം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഹിജ്റ പോവുകയാണ്. ഹിജ്റ പോകുന്ന സമയത്ത് വലിയ ദുർഘടമായ പാതയിലൂടെ പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്ന് കാലിന് നീര് വെട്ടി നടക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനെ തോളിലേറ്റിക്കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാറു സൗർ കയറുകയാണ്. ഇന്നത്തെ പോലെയുള്ള വഴിയുമല്ല. ഇന്നെ നമുക്കറിയാം വലിയ സുഖകരമായ രൂപത്തിൽ നടക്കാനുള്ള പാതയൊന്നും അല്ല. അന്ന് അതിനേക്കാൾ കഷ്ടമാണ്. അങ്ങനെ രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു കൊച്ചു കുട്ടി എടുക്കും പോലെ സിദ്ദീഖ് തങ്ങൾ എടുത്ത് അങ്ങനെ ഗാറു സൗറിലെത്തിയ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാമ്പിൻ്റെ കടിയേറ്റു, വിഷം തീണ്ടിയിട്ടുണ്ട്, എല്ലാം സുഖപ്പെട്ടു. പിന്നെ വലിയ ദാഹം വന്ന സമയത്ത്, വലിയ കലശമായ ദാഹം വന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് പരാതി പറയാൻ, നബിയെ വല്ലാതെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നോക്ക്, നിങ്ങൾ ആ പ്രയാസമുള്ള, പ്രതിസന്ധിയുള്ള, വിഷമമുള്ള സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് സാന്ത്വനമേവുകയാണ്. അവിടുന്ന് പറയുന്നു, ഇദ്ഹബ് ഇലാ സദ്രിൽ ഗാരി, നിങ്ങൾ എന്ത് ചെയ്യണം, ഗുഹാമുഖത്തേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് വശിരിബ്, അവിടെ നിങ്ങൾ വെള്ളം കുടിച്ചോളൂ, അവിടെ വെള്ളമുണ്ട്. ആരാണ് അവിടെ വെള്ളം കൊണ്ടുവച്ചത്? ഏതാവട്ടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും ചോദിച്ചില്ല, നബിതങ്ങളാണ് പറഞ്ഞത്. ഉടനെ തന്നെ ഫന്തലഖ അബൂബക്കറിൻ ഇലാ സദ്രിൽ ഗാരി വശരിബ മിൻഹു മാഅൻ അഹ്ലാ മിനൽ അസൽ വഅബ്യദ മിനൽ ലബൻ വഅസ്കാ മിൻ റായിഹത്തി മിനൽ മിസ്ക്. അവിടുന്ന് വെള്ളം കുടിച്ചു. എങ്ങനെയാണ് വെള്ളം? തേനിനേക്കാൾ മധുരമുണ്ട്, പാനിനേക്കാൾ വെളുപ്പുണ്ട്, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള നല്ല വെള്ളം. ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് സുമ്മ ആദ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വന്നു. എന്നിട്ട് പറയുന്നു, ശരിബ്തു യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ ഹബീബേ ഞാൻ വെള്ളം കുടിച്ചു, എനിക്ക് റാഹത്തായി എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ ഉബശ്ശിറുക യാ അബൂബക്കർ, അബൂബക്കറെ നിനക്ക് ഞാനൊരു സന്തോഷ വാർത്ത കൂടെ അറിയിച്ചു തരട്ടെയോ? അവിടുന്ന് പറയുന്നു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ. ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് പറയാണ്, ഇന്നല്ലാഹ തആല അമറൽ മലക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനോട് കൽപ്പിക്കുകയാണ്. എന്താണ് കൽപ്പിക്കുന്നത്? ബി അൻഹാരിൽ ജന്നത്തി അൻ ഖർരിഖ് നഹറൻ മിനൽ ജന്നത്തിൽ ഫിർദൗസി ഇലാ സദ്ലിൽ ഗാരി ലിയശ്റബ അബൂബക്കറിൻ. അല്ലാഹു ഒരു മലക്കിനോട് പറയാണ്, സ്വർഗത്തിലെ നദികളിൽപ്പെട്ട ഒരു നദി ഒഴിക്കണം. ഏതു ഭാഗത്തേക്ക്? ഇലാ സദ്രിൽ ഗാർ, ഈ സൗർ ഗുഹയുടെ ആ മുഖത്തേക്ക്, ആ ഗുഹാമുഖത്തേക്ക് ഒഴിക്കണം. എന്തിനു വേണ്ടിയാണ് ആ ഒഴിക്കുന്നത്? ലിയശ്റബ അബൂബക്കർ, അബൂബക്കറിന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹ് മലക്കിനോട് പറയാണ്. ആ സമയത്ത് ഇതിങ്ങനെ കേട്ടപ്പോൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, വലി ഇൻദല്ലാഹി ഹാദിഹിൽ മൻസില, അള്ളാഹിൻ്റെ ഹബീബെ, അള്ളാഹിൻ്റെ അടുക്കൽ എനിക്ക് ഇത്രയൊക്കെ സ്ഥാനമുണ്ടോ? അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നു, നഅം, ഉണ്ട്. ഇത് മാത്രമല്ല, വേറൊരു കാര്യം കേൾക്കണോ? ലാ യദ്ഖുലുൽ ജന്നത മുബഗിലുക, അബൂബക്കർ തങ്ങൾ നിങ്ങളെ വെറുപ്പിക്കുന്ന, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ കടക്കൂലട്ടോ. വലൗ കാന ലഹു അമലു 70 നബിയ്യൻ, 70 നബിമാരുടെ അമലുണ്ടെങ്കിലും നിങ്ങൾ വെറുപ്പിച്ചവരാണോ അവർ സ്വർഗത്തിൽ കടക്കൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ചരിത്രം കിതാബുകളിലൂടെ രേഖപ്പെടുത്തുകയാണ്. ദുർറുൽ മൻസൂർ പോലെയുള്ള ധാരാളം കിതാബുകളിൽ ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വിഷമം വന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ദാഹം അകറ്റിക്കൊടുത്തു, ക്ഷീണം അകറ്റിക്കൊടുത്തു. അതാണ് അസ്സയ്യിദ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഇനി അൽ മുതഅബ്ബിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു, അള്ളാഹുവിലേക്ക് വല്ലാതെ മുറിഞ്ഞിറങ്ങി ഇബാദത്ത് ചെയ്യുന്നവരാണ്, ഇബാദത്ത് നന്നായി ചെയ്യുന്ന ആൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തൊട്ടുദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിച്ച്
കാലിന് നീര് വെട്ടിയ സമയത്ത് ആയിഷ ഉമ്മ ചോദിക്കുന്നുണ്ട്, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ് വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അള്ളാഹിൻ്റെ ഹബീബെ, എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്? നിങ്ങൾക്ക് അള്ളാഹു എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തന്നിട്ടുണ്ടല്ലോ. ഒരു തെറ്റും ചെയ്യാതെ പരിപൂർണമായി അള്ളാഹു നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഇടങ്ങാറാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞ മറുപടി, അഫലാകുന അബ്ദൻ ശക്കൂറ. ആയിഷ, അള്ളാഹു എനിക്ക് ഇത്രയൊക്കെ അനുഗ്രഹം ചെയ്തിട്ട്, ഇത്രയൊക്കെ ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ട് ഞാൻ വെറുതെ ഇരുന്നാൽ മതിയോ? ഫലാകുന അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദി ബോധമുള്ള ഒരു അടിമയാകണ്ടയോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് മുറിഞ്ഞിറങ്ങുകയാണ്. അതാണ് അൽ മുതഅബ്ബിദു. അപ്പം വലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു, അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദായ മുതഅബ്ബിദായ ഹബീബ് പ്രസവിക്കപ്പെട്ടു. പ്രസവിക്കുന്ന സമയത്ത് അവിടുത്തെ ശരീരത്തിൽ മുഖത്ത് പ്രകാശമിങ്ങനെ സ്ഫുരിക്കുകയാണ്. ഇനി അടുത്ത വരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രസവിക്കുന്ന സമയത്തുണ്ടായ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് മലക്കുൽ മുഖറബ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.